ഏത് കാര്യങ്ങളും കിതാബുകളും തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങിയതുകൊണ്ട് തുടങ്ങുന്നതിനെ അവിടുത്തെ ഉസ്താദ് കൈപ്പറ്റ മമ്മൂട്ടി മൂല്യർ പാപ്പൻ അബ്ബറല്ലാഹു മർഖദഹു അതിൻ്റെ കാരണം പറഞ്ഞതായി അൽഫിയ ഓതുന്ന കാലത്ത് പറഞ്ഞു കൊടുത്തത് ശൈഖുന പലതവണ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനാണ് ബിസ്മില്ലാഹി കൊണ്ട് തുടങ്ങിയത്, രണ്ടാമത് ഹംദ് കൊണ്ട് തുടങ്ങിയത്, തഖല്ലഖു ബി അഖ്ലാഖില്ലാഹ് അല്ലാഹുവിൻ്റെ സ്വഭാവങ്ങൾ നിങ്ങൾ സിദ്ധിച്ചിരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അഥവാ കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. പോറ്റി വളർത്തി സംരക്ഷിച്ച് നിലനിർത്തി പോരുന്ന പടച്ച റബ്ബ്, ആ റബ്ബിന്റെ സ്വഭാവങ്ങൾ ഓരോരുത്തരും ഉൾക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് റബ്ബാകാൻ പറ്റുമെന്നല്ല, നമുക്ക് സാധിക്കുന്ന സ്വഭാവങ്ങൾ, നമ്മോട് വിലക്കിയിട്ടില്ലാത്ത സ്വഭാവങ്ങൾ, മിമ്മാ യുംകിനുനാ വലം യൻഹനാ അൻഹു എന്ന് ഉസ്താദ് പറഞ്ഞതായി ബഹറുൽ ഉലൂം പറയാറുണ്ട്. നമുക്ക് സാധിക്കുന്നതും അല്ലാഹു വിലക്കിയിട്ടില്ലാത്തതുമായ അല്ലാഹുവിൻ്റെ സ്വഭാവങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ നാം ബാധ്യസ്ഥരാണ്. ഇതിൻ്റെ പേരിലാണ് അല്ലാഹു തആലയുടെ പരിശുദ്ധമായ വചനത്തെ ആരംഭിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടാണ്. നാമും അങ്ങനെ തന്നെ ചെയ്യണം. രണ്ടാമത് അൽഹംദുലില്ലാഹിയാണ്, നാമും അങ്ങനെ തന്നെ ചെയ്യണം.